അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, പ്രിയമുള്ള ശ്രോതാക്കളെ, ദീനുൽ ഹക്ക് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഏതാനും ദിവസങ്ങളായി ചുവേലി അബ്ദുള്ള മൗലവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാഫർ മുശ്രിക്ക് പരാമർശത്തെ വിശദീകരിച്ചുകൊണ്ട് ഒരു 2-3 എപ്പിസോഡായി ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള വിഷയത്തിൽ മുസ്ലിം സമുദായത്തിൽ ഇന്ന് കടുത്ത ശിർക്കും ബിദ്അത്തും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാർ, അവരുടെ വിഭാഗമായ APEK സമസ്ത പോലെയുള്ള പ്രസ്ഥാനങ്ങളെ, ആ പ്രസ്ഥാനങ്ങളിലെ അന്ധവിശ്വാസങ്ങളെ തുറന്നു കാണിക്കുന്നതിനിടയിൽ CM മടവൂര് വലിയുല്ലാഹി എന്നിവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ചിറ്റടിമീറ്റൽ അബൂബക്കർ മുസ്ലിയാരെ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അന്ധവിശ്വാസങ്ങളെ ശക്തമായ രൂപത്തിൽ ഞാൻ പറയുന്ന സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് വാസ്തവവിരുദ്ധമായ ഒരു പരാമർശം എൻ്റെ നാവിൽ വന്നു. അദ്ദേഹം തുരുതുര സിഗരറ്റും ചുരുട്ടും വലിച്ചിരുന്നു എന്ന് പറയുന്നിടത്ത് ഞാൻ അദ്ദേഹം കഞ്ചാവടിച്ചിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞ ഒരു പരാമർശം, അത് വാസ്തവവിരുദ്ധമാണ്. അതൊരു വ്യക്തിഹത്യയാണ്. അതൊരിക്കലും ഒരു ദഅവത്ത് നിർവഹിക്കുന്ന ഒരു ദായിക്ക് യോജിച്ച കാര്യമല്ല. കാരണം ലാ യജ്രിമന്നക്കും ശനാനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖ്റബുൽ തഖ്വ. ഒരു ജനവിഭാഗത്തോടുള്ള അമർഷം കൊണ്ട് നിങ്ങൾ അനീതി പ്രവർത്തിക്കാൻ കാരണമാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ത്വരീഖത്തും അദ്ദേഹത്തിൻ്റെ പിഴച്ച വിശ്വാസങ്ങളും അദ്ദേഹം ജനസമൂഹത്തിൻ്റെ മുമ്പിൽ വലിയായി ചപഞ്ഞുകൊണ്ട് പറഞ്ഞ അബദ്ധങ്ങളും മുദബ്ബിറുൽ ആലമും പടച്ചവനാണെന്നുള്ളതും അതുപോലെ തന്നെ ഉള്ളതൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ആ കൂട്ടത്തിലെല്ലാം തെളിവും രേഖകളുമുള്ള കാര്യമാണ്. അതിൻ്റെ ഇടയിൽ ഈ ചുരുട്ടുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ എൻ്റെ നാവിൽ വന്നൊരു സെബുക്കൽ ലിസാൻ അഥവാ ഒരു നാക്ക് പിഴവ്, അദ്ദേഹം കഞ്ചാവ് അടിച്ചു എന്ന് പറഞ്ഞൊരു വാക്ക്, അത് ഞാൻ തിരിച്ചറിയുകയും അതെൻ്റെ പ്രസംഗത്തിൽ വന്നൊരു അബദ്ധമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാഹ് ഞാൻ ആ പ്രഭാഷണം തന്നെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഞാൻ ഒരു 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയിൽ നിങ്ങൾ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ കാര്യം ഞാൻ ഒന്നുകൂടെ സമൂഹത്തിൽ പ്രസംഗിച്ച കാര്യം സമൂഹത്തിൽ തന്നെ പബ്ലിക്കാക്കാൻ വേണ്ടി വന്നതാണ്. മാത്രമല്ല, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തി നിലപാട് വ്യക്തമാക്കണമെന്ന് ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ടതുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഗതി ഉള്ളത്. അപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു വൈരാഗ്യമോ പ്രാസ്ഥാനികമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിദ്വേഷമോ ഒന്നും ആരോടുമില്ല. മറിച്ച് ഈ അന്ധവിശ്വാസങ്ങളോടും ശിർക്ക് ബിദ്അത്തുകളോടുമുള്ള ഒരു ധാർമ്മിക രോഷമുണ്ട്. ആ രോഷത്തിന്റെ ഭാഗമായി നമ്മൾ കാര്യങ്ങൾ പറയാറുണ്ട്. അത് ഇനിയും ഇൻഷാ അല്ലാഹ് തുടരും, അള്ളാഹു ആഫിയത്ത് നൽകിയാൽ. പക്ഷെ അതിനിടയിൽ വന്ന പരാമർശം പൂർണ്ണമായും എൻ്റെ അടുത്ത് വന്ന അബദ്ധവും തെറ്റുമാണ്. അത് ഞാൻ അള്ളാഹുവിന് മുമ്പിൽ എനിക്കിതാ സമർപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അത് പുറത്തു തരട്ടെ എന്നും അതേപോലെ തന്നെ ആ നിലപാടിൽ ഞാൻ തിരുത്തിയിട്ടുണ്ട് എന്നും ഞാൻ നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ആരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാമർശം അത് പറയുകയോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരങ്ങൾ നടത്തുകയോ ചെയ്യരുത് എന്ന് വളരെ ബഹുമാന പുരസ്കാരം ഓർമ്മപ്പെടുത്തുകയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളും നമുക്ക് പുറത്തു തരട്ടെ. ദീനിന്റെ മാർഗത്തിൽ യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയും ഉസൂലും മൻഹജും എന്താണോ അത് ഉൾക്കൊള്ളുവാനും അത് പ്രചരിപ്പിക്കുവാനും അത് അറിഞ്ഞിട്ടില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുവാനും ഉള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. صلى الله وسلم تسليما كثيرا. السلام عليكم ورحمة الله وبركاته.